നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പെരുമ്പാമ്പ് ഭീമസേനെ തോൽപ്പിച്ച കഥയാണ്. ഇത് മഹാഭാരതത്തിലുള്ളൊരു കഥയാണ്. ഭാരതത്തിൽ ഇത്രമാത്രം ഉപകഥകളാണുള്ളതെന്ന് ചോദിച്ചാൽ പറയണ്ട. അതിലൊരു ചെറിയ കഥയാണെന്ന് പറയുന്നത്. ഭീമസേനൻ അങ്ങനെ ഹിമാലയ സാനുക്കളിൽ കൂടി നായട്ടനായിട്ട് നടക്കുകയാണ്. അപ്പം ആ ഭൂപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതിനും കണ്ണിനും ഒക്കെ ഇമ്പം നൽകുന്ന ഒരു പ്രദേശമാണ്. കാരണം ദേവദാരു, ചന്ദനം മുതലായ വൃക്ഷങ്ങൾ അങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് വള്ളികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുയിലിൻ്റെ കൂജനവും പക്ഷികളുടെ ശബ്ദവും എല്ലാമായിട്ട് അങ്ങ് വളരെയധികം രമണീയമായൊരു പ്രദേശമാണ് ആ പ്രദേശം. പക്ഷേ ഇത് ഭീമസേനൻ ആസ്വദിച്ചു എന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ഒരാളാണല്ലോ. എന്തായാലും അദ്ദേഹം അങ്ങനെ നടന്നു, എല്ലായിടത്തും കണ്ടു കേട്ട് ഇങ്ങനെ നടന്നു. പിന്നെ കുറച്ചിങ്ങ് വന്നപ്പോഴത്തേക്കും മാന്, മുയൽ അങ്ങനെയൊക്കെയുള്ള ജന്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ കണ്ടു. അപ്പോൾ അതിനെയൊക്കെ വധിച്ചു. അതാണല്ലോ നായേട്ടന് വരുന്നവരുടെ ലക്ഷ്യം, അതാണല്ലോ. അങ്ങനെ വധിച്ച് അങ്ങനെ അങ്ങ് പോന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു അത്ഭുതമായിട്ടുള്ളൊരു കാഴ്ച പെട്ടു. ഒരു ഗുഹയുടെ മുൻപിൽ ആ ഗുഹയുടെ വായ അടച്ചുകൊണ്ട് തന്നെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പെരുമ്പാമ്പ് അങ്ങനെ കിടക്കണു. പെരുമ്പാമ്പെന്നറിയാലോ, കണ്ടാൽ പേടിയാവും. വലിയൊരു പാമ്പാണ്. അതിങ്ങനെ വലിയ കണ്ണിങ്ങനെ തുറിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നാവ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിപ്പുണ്ട്. ഇങ്ങനെ ഒരു പെരുമ്പാമ്പിനെ കണ്ടു. ഇദ്ദേഹം വളരെ ആകാംക്ഷയോടുകൂടി സാഹൂതം അതിനെയൊന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ, അത് വന്നിട്ട് ഭീമസേൻ്റെ കയ്യേലങ്ങ് വരിഞ്ഞു. ഭീമസേനൻ വിചാരിച്ചു 1000 ആനയുടെ ശക്തി ഉണ്ടെന്നല്ലേ പറയണേ ഭീമസേനന്. പക്ഷേ അദ്ദേഹം വിചാരിച്ചിട്ട് ഈ പാമ്പിൻ്റെ പിടിപിടിക്കാൻ പറ്റിയില്ല എന്ന് തന്നെയല്ല, അദ്ദേഹം വിചാരിച്ചു എനിക്കെന്താ പറ്റിയത്, എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പാമ്പ് അദ്ദേഹത്തിൻ്റെ കൈ വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം, ദേഹം മുഴുവനും അങ്ങോട്ട് വരഞ്ഞങ്ങ് ചുറ്റി. അപ്പം അതിനേക്കാളും കഷ്ടമായില്ലേ. അന്നേരം പറഞ്ഞു, എനിക്ക് ഇത്രയും ശക്തിയുള്ള ഒരാളെ ഈ വിധത്തിൽ ആക്കാനായിട്ട് എങ്ങനെ ഈ നിനക്ക് എങ്ങനെയാണ് പറ്റിയ പെരുമ്പാമ്പെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ അഗസ്ത്യ മഹർഷിയുടെ ഒരു ശാപം കൊണ്ട് പെരുമ്പാമ്പായ നഹുഷനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇദ്ദേഹം കരയാൻ തുടങ്ങി. ഭീമസേനൻ കരയാൻ തുടങ്ങി. എൻ്റെ അനിയന്മാരുടെയൊക്കെ വിചാരം, ചേട്ടൻ്റെയൊക്കെ വിചാരം എന്താ, ഞാനെന്തോ വലിയ സംഭവമാണ്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അത്ര ശക്തി എനിക്കുണ്ടെന്നല്ലേ. ഇപ്പോൾ ഇത് ഒരു പാമ്പിൻ്റെ മുൻപിൽ ഞാൻ തളർന്നിരിക്കുന്നു. അത് ഇന്ന് എൻ്റെ ഭക്ഷണമാണ് നീയെന്നും കൂടെ പറഞ്ഞു. അയ്യോ, അപ്പം പാമ്പിൻ്റെ വായിൽ ഞാൻ അകപ്പെട്ടത് തന്നെ, എന്താ ചെയ്യണേ എന്ന് വിചാരിച്ചാൽ അത് കരയാൻ തുടങ്ങിയാണ് ഭീമസേനൻ. ആ സമയത്ത് യുധിഷ്ഠിരൻ്റെ ആശ്രമത്തിലുണ്ടല്ലോ, യുധിഷ്ഠിരൻ ഇങ്ങനെ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എന്തൊക്കെയോ ചീത്ത ലക്ഷണങ്ങളൊക്കെ കാണുന്നു. എന്തോ കുഴപ്പമുണ്ട്. വേഗം അർജുനനോട് പറഞ്ഞു പാഞ്ചാലിയെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം വന്നു. യുധിഷ്ഠിരൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവസ്ഥ ഇതല്ലേ. എല്ലാ കാര്യവും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭീമസേനൻ ജ്യേഷ്ഠനോട് പറഞ്ഞു. അന്നേരം ഈ പാമ്പ് പറഞ്ഞേ, ഒരു കാര്യം ചെയ്ത് നീ ഇപ്പം പൊക്കോ, നാളെ എൻ്റെ ഭക്ഷണം നീയാ, ഞാൻ വന്ന് കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞു. ഇത് കേട്ട് ഉടനെ തന്നെ യുധിഷ്ഠിരൻ പോയില്ല. എന്നിട്ട് ഈ പാമ്പ് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഈ പെരുമ്പാമ്പ്, നഹുഷൻ എന്ന പെരുമ്പാമ്പ്. അപ്പോഴത്തേക്കും ഇദ്ദേഹം അതിനൊക്കെ ഉത്തരം പറഞ്ഞു. യുധിഷ്ഠിരൻ പറഞ്ഞു. അന്നേരമാണ് പെട്ടെന്ന് ഇദ്ദേഹം ഓർത്തു കേട്ടോ, അഗസ്ത്യ മഹർഷി ഒരു ശാപമോക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് യുധിഷ്ഠിരനെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് പൂർവ്വസ്ഥിതിയെ പ്രാപിക്കാമെന്ന്. എന്ന് വെച്ചാൽ ഈ പെരുമ്പാമ്പിൻ്റെ ആ രൂപം മാറി നഹുഷനാകുമെന്ന്. അന്നേരത്തെയും പെട്ടെന്ന്
ഇങ്ങനെ ഈ പെരുമ്പാമ്പ് നഹുഷനായിട്ട് മാറി. പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. നഹുഷൻ ഇവർ ജ്യേഷ്ഠനും അനുജനും കൂടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഈ കഥ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഇത്ര വലിയ ശക്തിമാനായ ഭീമസേനനെ ഒരു പെരുമ്പാമ്പ് വന്ന് വരിഞ്ഞു മുറുക്കി അനങ്ങാൻ മേലാതെയാക്കിയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദ്രൗപദിക്കും പിന്നെ അവിടെ ബ്രാഹ്മണരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ വല്ലാതെ അതിശയമായി, നാണക്കേടുമായി. ഈ ഭീമൻ എത്ര വലിയ മിടുക്കനാന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളോ എന്നൊരു തോന്നൽ വന്നു. ഇതേ ഉള്ളൂ ആ ചെറിയ കഥ.